ഡ്രോൺ പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയില്ല. നാവികസേന തിരച്ചിൽ അവസാനിപ്പിച്ചു. ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ്. പുഴയിലിറങ്ങി പരിശോധന അസാധ്യമായ വെല്ലുവിളിയാണെന്ന് നാവികസേന പറഞ്ഞു. ഇതോടെ 10ാം ദിവസവും രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായി. വെള്ളത്തിലുള്ള ട്രക്ക് മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ്റേത് തന്നെയാണെന്ന് ദൗത്യസംഘം സ്ഥിരീകരിച്ചു. ഡ്രോൺ നടത്തിയ പരിശോധനയിൽ ലോറി അർജുൻ്റേതാണെന്ന് ഉറപ്പിച്ചു. എന്നാൽ ഡ്രോണിൽ ലഭിച്ച സിഗ്നലിൽ ലോറിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. അതിനിടെ അർജുൻ്റെ ലോറിയിലുണ്ടായിരുന്ന തടിക്കഷ്ണം കിട്ടിയതായും ലോറി ഉടമ മനാഫ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തതായും പറയുന്നു. അർജുൻ ക്യാബിനകത്ത് ഉണ്ടെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല എന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ നമ്പ്യാർ വ്യക്തമാക്കുന്നു. 4 ലോഹഭാഗങ്ങൾ കണ്ടെത്തിയതായും മേജർ ഇന്ദ്രപാൽ നമ്പ്യാർ പറഞ്ഞു. ഉത്തര കന്നഡ കലക്ടർ സ്ഥലത്തെത്തി. നാളെ ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണം പറയുന്നു. രാത്രിയിലും കനത്ത മഴ പെയ്താൽ നദിയിലെ കുത്തൊഴുക്ക് കൂടും. രക്ഷാപ്രവർത്തനം നാളെയും ദുഷ്കരമാകാനാണ് സാധ്യതയെന്നും പറയുന്നു. പുഴയുടെ സമീപത്തെ വീടുകളിൽ നിന്ന് മരത്തടികൾ കണ്ടെത്തി. അർജുൻ്റെ ലോറിയിലെ മരത്തടികളാണെന്ന് നമ്പറിട്ട അക്കേഷ്യ മരങ്ങളാണെന്നും സ്ഥിരീകരിച്ചു. ഷിരൂരിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിന് പിന്നാലെ പുഴയിൽ ഒഴുകി വന്ന മരത്തടികൾ നാട്ടുകാർ ശേഖരിക്കുന്നത് സാധാരണ പതിവാണ്. നാവികസേന തിരച്ചിൽ അവസാനിപ്പിച്ച ബോട്ടുകൾ കരയ്ക്ക് കയറ്റി. ഒടുവിൽ നടത്തിയ ഡ്രോൺ പരിശോധനയിലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല. ഗംഗാവലി പുഴയുടെ ഒഴുക്ക് ശക്തമാണ്. ഇനി പുഴയിലിറങ്ങി പരിശോധിക്കാൻ കഴിയില്ല. പുഴയിലിറങ്ങിയുള്ള പരിശോധന വെല്ലുവിളിയാണെന്ന് വിദഗ്ധർ പറയുന്നു. ഇതോടെ 10ാം ദിവസവും രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായി. ദൗത്യസംഘം 5 മണിയോടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു. കരയിൽ നിന്ന് 20 അടി മാറി 15 അടി താഴ്ചയിലാണ് ലോറി എന്ന നാവികസേന ഡിങ്കി ബോട്ടിൽ വീണ്ടും തിരച്ചിൽ ആരംഭിക്കും. ഡ്രഡ്ജിംഗ് സംഘവും ഷിരൂരിലെത്തി. മുങ്ങൽ വിദഗ്ധരും എത്തും. കോഴിക്കോട് MP MK രാഘവൻ അറിയിച്ചു. നാളെയും ദൗത്യം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. അർജുൻ അല്ലാതെ 2 പേർ കൂടിയുണ്ട്. ഒരു ബോഡി കണ്ടെത്തിയതായും DNA പരിശോധനയിൽ ശരവണൻ്റെ ബോഡിയാണെന്ന് സംശയിക്കുന്നതായും പറയുന്നു. ടാങ്കർ ലോറിയുടെ ജീവനക്കാരനാണ് ശരവണൻ. ക്യാബിൻ കണ്ടെത്തിയത് ടാങ്കർ ലോറിയുടേതാകാം. ലോറിയുടെ ക്യാബിൻ വേർപെടുത്താൻ സാധ്യത കുറവാണെന്നും പറയുന്നു. തടി ഒഴുക്കിൽ പോയതിനാലാണ് ലോറി മുങ്ങിയതെന്നും പറയുന്നു. ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ അർജുൻ്റെ കുടുംബം തൃപ്തരാണെന്നാണ് അറിയുന്നത്. ആദ്യഘട്ടത്തിൽ വീഴ്ച പറ്റിയെന്ന് ജിതിൻ പറഞ്ഞു. നാളെയും തിരച്ചിൽ കൃത്യമായി തുടങ്ങുമെന്നാണ് MP MK രാഘവൻ അറിയിച്ചത്. നീറ്റ് പുതുക്കിയ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. നീറ്റ് UG ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭിക്കും. നീറ്റ് UG പുതുക്കിയ പരീക്ഷാ ഫലം NTA പ്രസിദ്ധീകരിച്ച് സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ചാണ് പുതുക്കിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഫലം നീറ്റ് UG ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാകും. ഒരു ചോദ്യത്തിന് തെറ്റായ ഉത്തരം നൽകിയവരുടെ മാർക്ക് തിരുത്തി റാങ്ക് പട്ടിക പുതുക്കി പ്രസിദ്ധീകരിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശം. 4 ലക്ഷം പേർക്ക് സുപ്രീം കോടതി തീരുമാനം പ്രകാരം 5 മാർക്ക് കുറഞ്ഞു. അതോടെ മുഴുവൻ മാർക്കോടെ 1ാം റാങ്ക് നേടിയവരുടെ എണ്ണം 67-ൽ നിന്ന് 17ആയി. 1ാം റാങ്ക് കിട്ടിയ 40 പേർക്കാണ് സുപ്രീം കോടതി ഇടപെടൽ പ്രകാരം 5 മാർക്ക് നഷ്ടമായത്. രാഷ്ട്രപതി ഭവനിലും പേരുമാറ്റം. ദർബാർ ഹാൾ ഇനി ഗണതന്ത്ര മണ്ഡപം. അശോക ഹാളിനും പുതിയ പേര്. സ്ഥലമാറ്റങ്ങൾ മാറ്റിയ നടപടികൾക്ക് പിന്നാലെ രാഷ്ട്രപതി ഭവനിൽ പേരുമാറ്റം. 2 പ്രധാനപ്പെട്ട ഹാളുകൾക്ക് രാഷ്ട്രപതി മുർമു പുതിയ പേരുകൾ നൽകി. ദർബാർ ഹാളിനെ ഗണതന്ത്ര മണ്ഡപ് എന്നും അശോക് ഹാളിനെ അശോക് മണ്ഡപ് എന്നുമാണ് പുനർനാമകരണം ചെയ്തത്. ഇന്ത്യൻ സാംസ്കാരിക മൂല്യവും ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായാണ് പേരിൽ മാറ്റം കൊണ്ടുവന്നത് രാഷ്ട്രപതി ഭവൻ പ്രസ്താവനയിൽ അറിയിച്ചു. ഗവർണർ നിശ്ചയിച്ച വിദ്യാർത്ഥികളുടെ സെനറ്റ് അംഗത്വത്തിന് ഹൈക്കോടതി സ്റ്റേ നൽകിയില്ല. കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നടത്തിയ 4 വിദ്യാർത്ഥികളുടെ
നാമനിർദ്ദേശം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി അനുവദിച്ചില്ല. ജൂലൈ 29 കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാനാകും. ഹ്യൂമാനിറ്ററീസ്, സയൻസ്, സ്പോർട്സ്, ഫൈൻ ആർട്സ് വിഭാഗത്തിൽ നിന്ന് ഓരോരുത്തരെയാണ് ഗവർണർ നിയമിച്ചത്. സിൻഡിക്കേറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ 4 വിദ്യാർത്ഥികളെ വിലക്കി ഇടക്കാല ഉത്തരവ് ഇടണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. സർവകലാശാല നൽകിയ പട്ടിക മറികടന്ന് വീണ്ടും 4 ABVP പ്രവർത്തകർ സെനറ്റിലേക്ക് നിയമിച്ചു എന്നാരോപിച്ചാണ് SFI പ്രവർത്തകരായ ഹർജി നൽകിയത്. ഹർജിക്കാരേക്കാൾ യോഗ്യത കുറവായവരാണ് പുതിയ പട്ടികയിൽ ഇടം നേടിയതെന്നാണ് ഹർജിയിലെ ആക്ഷേപം.